Yes, good morning. Okay, Ajishna, Sharanya. Okay. Sharanya, morning. Yes. Teacher, അമ്പലത്തിൽ പോയിരിക്കുകയാണ്. Yes. അപ്പൊ നമുക്ക് ആരംഭിച്ചാലോ? Are you okay? Okay. ശരി. യെസ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാസീവ് വോയിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന വാചകത്തിന്റെ പാസീവ് വോയിസ് എഴുതേണ്ട രീതികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞ് അത് അവസാനിപ്പിച്ചത്. സിമ്പിൾ പ്രസന്റ്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുകയും പിന്നീട് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ചേർക്കുകയും പിന്നെ വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന് നമ്മൾ ഒന്നിയുടെ എക്സാമ്പിൾ ഒക്കെ നോക്കി. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞ ആ വാചകം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. They kill a snake നമ്മൾ പറയും. They സബ്ജക്റ്റ്, കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. യെസ്. സ്നേക്ക് ഒബ്ജക്റ്റ്.
ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസറിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയും. ആരെ അല്ലെങ്കിൽ എന്ത്. അപ്പൊ എന്തിനെ കൊന്നു എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ ഏതാണ്? പാമ്പിനെ കൊന്നു. എ സ്നേക്ക്. അത് ആദ്യം എഴുതുന്നു. എ സ്നേക്ക്. പിന്നെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ചേർക്കും. എ സ്നേക്ക് ഈസ്. കിൽ എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. കിൽ, കിൽ, കിൽഡ്. അപ്പൊ എ സ്നേക്ക് ഈസ് കിൽഡ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ആളുകളുമായിട്ടൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്. അപ്പോ അജീഷൻ, അജീഷ്, അജീഷ്ന മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുമോ? Yes, sir. Okay, how are you, Ajishna? I am fine. Fine. Okay, where are you from? Kozhikode. You are from Kozhikode? Yes. Yes, very good, very good, very good. Yes. Sir, 1 minute. Yes, sir, continue. Okay. So, what is your favorite food? What is your favorite food? Fried rice. Fried rice. You know how to cook a fried rice? No. Yes or no? No. No. Have you any siblings? Yes. Yes. How many brothers and how many sisters? One brother. One brother. So, there are 12 months, as you know. Which is your favorite month? March. March. Why did you like March most? My birthday. Yes? My birthday. So, as it is your birthday, you like March. Okay. So, which is your favorite season? Winter, summer, just like that. Which is your favorite season? Which is Summer. season that? Summer. Okay. Do you like to travel? Yes. Yes. So I ask you one more question. If you get a 2 days leave, where you want to go? What is your favorite destination in Kerala? Guruvayur temple. So you want to go to Guruvayur temple. It's a religious place, a picnic or a tourist place. Tourist place. Thailand. 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 ഞാൻ ഇനി കേരള എന്നൊരു ചോദ്യം അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. Yes. Yes. Okay. Very good. Okay. അപ്പൊ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. Which is your favorite sports site? എന്താ sir? Which is your favorite sports site? Yes. Then next question. Are you interested in sports? No. Are you interested in arts? Yes. Yes. Which is your favorite item? Classical dance. Oh, you are a classical dance performer? ഞാൻ പഠിച്ചിട്ടുണ്ട്. Yes. Okay. Very good. So, I told you, which is your favorite animal? Lion. Lion. So, I ask you one question. സാധാരണഗതിയിൽ നമ്മൾ ലയൺ ഈസ് കൺസിഡർഡ് ടു ബി ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. പക്ഷേ കാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജകീയ പ്രൗഢി എന്ന് നമുക്ക് പറയാവുന്ന ഒരു മൃഗം അല്ലെങ്കിൽ അനിമല് കടുവയാണ്, അല്ലെങ്കിൽ പുലിയൊക്കെ. പുലിയൊക്കെ ആണെങ്കിലും വൈ ലയൺ ഈസ് കൺസിഡർഡ് ടു ബി ദ കിങ്? എന്തുകൊണ്ടാണ് ലയണിനെ കിങ് എന്ന് പറയുന്നത്? പുലിയൊന്നും കിങ് എന്ന് പറയാതെ
ലയണിനെ കിങ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എപ്പോഴെങ്കിലും അതിനെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകത ലയൺ ഉണ്ടോ? Powerfully built cat. പവർഫുൾ ടൈഗർ ഭയങ്കര പവർഫുൾ അല്ലേ? ടൈഗർ ഈസ് then cheetah, all most of the animals are powerful, but ഈ ലയണിന് മാത്രം കാണുന്ന എന്തെങ്കിലും പ്രത്യേകത പറയാം? ശരണ്യ ശരണ്യ ഓക്കെ ഞാനിത് വരട്ടെ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തോളൂ. അപ്പൊ അജീഷ് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്തായിരിക്കും ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ലയൺ യുവർ ഫേവറേറ്റ് അനിമൽ എന്ന് പറഞ്ഞതുകൊണ്ട് പറയുന്നു, ഈ ഓരോ മൃഗങ്ങളും കാട്ടില് അവരുടെ ഒരു ബൗണ്ടറി നിശ്ചയിച്ചിട്ടുണ്ടാവും. അതെങ്ങനെ ബൗണ്ടറി നിശ്ചയിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ യൂറിൻ പാസ് ചെയ്തിട്ടാണ് ആ ബൗണ്ടറി നിശ്ചയിക്കുക. അത് അതിന്റെ ബ്രീഡിൽപ്പെട്ട അടുത്ത മൃഗത്തിന് മനസ്സിലാവും. അപ്പൊ അത് അവരുടെ ബൗണ്ടറിയാണ്. യെസ്, അങ്ങനെ എല്ലാ ദിവസവും അല്ലെങ്കിൽ എന്നും ബൗണ്ടറി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൃഗമാണ് ലയൺ. ലയന്റെ ബൗണ്ടറി ലയൺ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം. അത് ഒരു രാജാവിന്റെ ഒരു രീതിയാണ്. രാജാവ് എപ്പോഴും അയൽ രാജ്യങ്ങളെ ആക്രമിച്ച് തന്റെ അതിർത്തി ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കും. അത് രാജാവ് ചെയ്യുന്നതാണ്. അപ്പൊ രാജീയമായിട്ടുള്ള ആ ഒരു പ്രത്യേകത ഉള്ള ഒരു മൃഗമാണ് ലയൺ. അതുകൊണ്ടാണ് ഹീസ് കൺസിഡർഡ് ടു ബി ദ കിങ്. യെസ് എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ജസ്റ്റ് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. യെസ്, ഓക്കെ, വെരി ഗുഡ്. ഡു യു ലൈക്ക് ഗാർഡനിങ്? No, you don't like gardening. Can you give an introduction about yourself, Ajisha? Okay, sir. Yes, continue. My name is Ajishna. I'm living in Kozhikode. My hobbies are watching TV, dancing, something etc. Yes. I'm studied at nursing. Yes, you are studying nursing. Okay. Okay. അപ്പൊ അജീഷ, നമ്മൾ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ അജീഷിനോട് ചോദിക്കുന്നതൊക്കെ ശരണ്യ മനസ്സിലൊന്നും ഫീഡ് ചെയ്ത് വെച്ചോ കേട്ടോ. അപ്പൊ അജീഷിനോട് ഞാൻ ചോദിച്ചപ്പോ, അജീഷ, ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ചോദ്യത്തിന്റെ ഡീറ്റെയിൽ വരുന്ന മുമ്പ് ചോദ്യം, വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? What is your ambition in your life? Ambition ആണ് സർ. എന്താ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. What is your ambition in your life? To become a good person. To become a good person. What about your profession? That is what I thought. With regard to your profession, your future life, what is your ambition in your life? Professionally ആരെ തീരണമെന്നാണ് ആഗ്രഹം? ചിന്തിച്ചിട്ടില്ല ഇതുവരെ? എന്താ സർ? അങ്ങനെ ഇതുവരെ ചിന്തിച്ചിട്ടില്ല? അല്ല, ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് ചിന്തിക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുമല്ലോ, എനിക്ക് ഇന്നതായി തീരണം, ഇന്നതാവണം എന്ന് ചിന്തിക്കുമല്ലോ. യെസ്, അപ്പൊ പോട്ടെ. സോ Ajishna, can I ask you another question? When you were in the 10th standard, when you were the high school student, what was your ambition? എന്തായിരുന്നു അജീഷിനയുടെ ആഗ്രഹം? എന്താവണം എന്നാണ് ആഗ്രഹിച്ചത് when you were a high school student? മെഡിക്കൽ ഫീൽഡ് എടുക്കാനാണ് ആഗ്രഹം. To be employed in medical field. Yes. What was your subject in +2?
Science. Basic. Yes. Biomass Biom. or computer science? VHC. Yes. Vocational higher secondary. Very Yes. good. Very good. After +2, what did you do? Nursing. Nursing. BSc nursing. General nursing. General nursing. Have you completed the course? Yes. Yes. Where did you study for nursing? Beach Hospital. Yes. Kozhikode Beach Hospital, Government Beach Hospital. Okay. Yes. Yes. You studied there. Very good. Very good. Very good. Yes. But now you want to be employed in hospital field. Okay. അപ്പോൾ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ പറയാം. നേരത്തെ ഞാൻ ചോദിച്ചൊരു ചോദ്യം, give an introduction about yourself. അതിന്റെ അകത്ത് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോ അജീഷിന്റെ പേര് പറയുന്നു, മൈ നെയിം. വേണമെങ്കിൽ അടുത്തത് പറയാം, വേർ ആർ യു കമ്മിങ് ഫ്രം, ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറയാം. പിന്നെ പറയാ അജീഷിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് പറയാം. ഐ പാസ്ഡ് BSc നഴ്സിംഗ്, അല്ലെങ്കിൽ ഐ പാസ്ഡ് ജനറൽ നഴ്സിംഗ്, ഓക്സിലറി നഴ്സിംഗ്, എന്താണെന്ന് വെച്ചാൽ അത് പറയാം. ഈ പാസ്സായ വർഷമോ യൂണിവേഴ്സിറ്റിയോ പറയാൻ പറ്റുമെങ്കിൽ അതും കൂടി അതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യും. യെസ്. അപ്പൊ അത് പറഞ്ഞു. യെസ്. ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ അഡീഷണൽ പഠിച്ചിട്ടുണ്ടാകും. അതിനെ കുറിച്ച് പറയാം. മൈ അഡീഷണൽ ക്വാളിഫിക്കേഷൻ. എന്താണെന്നുള്ള കാര്യം പഠിച്ചിട്ടുണ്ടാവും. അതായത് ഇപ്പൊ ചിലപ്പോൾ BSc കമ്പ്യൂട്ടർ പാസ് അല്ല, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പാസ് ആയിട്ടുണ്ടാവാം, PGDC പാസ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ കോഴ്സുകൾ പാസ് ആയിട്ടുണ്ടാവാം. അപ്പൊ അതിനെ കുറിച്ച് പറയും. My additional qualifications, in addition to my BSc nursing course, I passed പറഞ്ഞിട്ട് എന്തെല്ലാം മറ്റു ക്വാളിഫിക്കേഷൻസ് പാസ് ആയിട്ടുണ്ടോ അതിനെ കുറിച്ചൊക്കെ പറയും. അപ്പൊ അതും കേൾക്കുന്നവർക്ക് മനസ്സിലായി, ഇയാള് ഇതിന്റെ കാര്യങ്ങളൊക്കെ പാസ്സായിട്ടുണ്ട്. ഇനി അജീഷിലേക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും റിമാർക്കബിൾ അച്ചീവ്മെന്റ്സ്, എടുത്തു പറയത്തക്ക എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയാം. ഇപ്പൊ ഒരു പക്ഷേ ആ പ്രാവശ്യത്തെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് അജീഷിനെക്കാണെങ്കിൽ പറയാം, I was a top scorer for the year 2020. അങ്ങനെ പറയാം. എന്താണെന്ന് വെച്ചാൽ അത് പറയും. അല്ലെങ്കിൽ ഐ ഗോട്ട് നാഷണൽ ലെവൽ ചാമ്പ്യൻഷിപ്പ്. അങ്ങനെ റിമാർക്കബിൾ ആയിട്ടുള്ള പ്രോഗ്രസ് അജീഷിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം അജീഷിനൊക്കെ എന്ത് പറയാം, അജീഷിന്റെ ഹോബിയെ കുറിച്ച് പറയാം. പിന്നെ ലാസ്റ്റ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഇന്റർവ്യൂവിന് പങ്കെടുത്തത്, അല്ലെങ്കിൽ ഈ ജോലി എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ള കാര്യം. ഐ പ്രിഫർ ദിസ് ജോബ് ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ പറയാം. അപ്പൊ അജീഷ് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇത്രയും പറഞ്ഞ പോയിന്റ് ഒന്ന് നോക്കാം. പേര്, എവിടെ നിന്ന് വരുന്നു, എന്തെല്ലാം പഠിച്ചു, വേറെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയുണ്ട്, ടാലന്റ് എന്താണ്, ഹോബീസ് എന്താണ്, എന്തുകൊണ്ടാണ് ഇവിടെ ജോലി. ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു മൾട്ടിനാഷണൽ ഹോസ്പിറ്റലിൽ ജോലിക്കാണ് വന്നിരിക്കുന്നത് വിചാരിക്കും. അപ്പൊ അങ്ങനെ വന്നിരുന്ന് കഴിയുമ്പോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് രണ്ട് വാക്ക് നിങ്ങളൊക്കെ ആ ഹോസ്പിറ്റലിനെ കുറിച്ചൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. രണ്ട് വാക്ക് അവർ പ്ലേസ് ചെയ്യുന്ന രീതിയിൽ പറയുകയും വേണം. ഓക്കെ അജീഷ്. അപ്പോ അജീഷിനൊക്കെ ഞാനൊരു 10 minutes സമയം തരാം. ഒന്ന് മനസ്സിലൊന്ന് ഫീൽ ചെയ്താൽ മതി. രണ്ട് എഴുതിയൊന്നും വെക്കണ്ട, മനസ്സിൽ ഫീൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ അത് കഴിഞ്ഞ ശേഷം പറയാനുള്ള പോയിന്റുകൾ മാത്രം വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ പോയിന്റ് വെച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു. ഓക്കെ. അപ്പൊ ശരണ്യ സംസാരിച്ചിട്ട് വരും. ഓക്കെ. യെസ് ശരണ്യ. Sir. How are you? Good, sir. Very good, very good. Okay. Where are you from, Sharanya? I am coming from Alappi, Kayangulam. You came from... Okay. Very good. So, what is your education? Sharanya, Bluetooth on? No, Bluetooth on alla. ഭയങ്കര എക്കോ വരുന്നുണ്ട്. യെസ് പറഞ്ഞോളൂ. കേട്ടില്ല, ഒന്നുകൂടെ ചോദിക്കൂ. യെസ്. My qualification degree. Which degree? BCom. BCom with the taxation or
Corporation. BCom with the corporation. Yeah. Did you try for any cooperative bank? കേട്ടില്ല സാർ ഒന്നുകൂടെ പറയാ. Did you try for any cooperative bank? Yes. Right. But no, എങ്ങനെയാ പറയാ? Yeah, okay. കിട്ടിയില്ല എന്നല്ല, കുറെ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തു, പോകാൻ പറ്റില്ല, പേഴ്സണൽ ഇഷ്യൂസ് കാരണം പോകാൻ പറ്റിയില്ല. Due to the personal issues. Okay. Yes. You passed BCom. Yeah. Cooperation as that is equal to. കുറച്ച് കേൾക്കുന്നുണ്ടോ പറയുമ്പോൾ? എന്തോ എനിക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അതെന്തെങ്കിലും എനിക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ട് ഇവിടെ. അതാണോ? പിന്നെ ഞാൻ ഹോം എടുക്കുന്നുണ്ട്, അപ്പൊ അത് കുറച്ച് കേൾക്കുന്നുണ്ടാവും. ഹോം ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഓക്കെ. മൈക്കിലൂടെയാണോ പറയണേ? അല്ല, ഞാൻ ഹെഡ്സെറ്റ് പോലും വെച്ചിട്ടില്ല, പക്ഷെ എനിക്ക് എന്തോ നെറ്റ് കംപ്ലൈന്റ് ഉണ്ട്. ഓക്കെ. ഞാൻ പറയുന്ന വാക്ക് ശരണി പറയാൻ കേൾക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പറയുന്നത് വീണ്ടും. ആവുന്നില്ല. ഓക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പൊ യു ടോൾഡ് ദാറ്റ് ഇപ്പൊ കറക്റ്റ്. യു ടോൾഡ് ദാറ്റ് you told that you passed BCom with cooperation. Okay, very good. Yes. So Sharanya, even now, what is your ambition? My ambition, bank employee. To be employed in a bank. Yeah, but so, I think not. Yes, you want to be employed in a bank. You don't want to be employed in a bank. കേട്ടില്ല സാർ, ഒന്നുകൂടെ ചെയ്യോ? You don't want to be employed in a hospital? Yeah. And hospital you get money. No problem. Now I'm any job. Okay, did you try for any PSC job? കേൾക്കുന്നില്ല. Did you try for any PSC job? Yeah. Did you include any of the rank list? And no, sir? Did you include any of the rank list? No. Yes. Did you go for PSC coaching? Yes, I am going to PSC coaching to 2 years like before 2 years before. Yes. Okay. Apo Sharanya, let your wish may come to true. You may be employed in a cooperative sector. Okay. Yes. Are you okay? Yeah. Yes. Okay. So, what is your hobby? My hobby, dancing is my like. I like to dance. Yes. I am a classical dancer. Yes. I am to. എങ്ങനെ അത് പറയണ്ടെന്ന് വെച്ചാൽ പറഞ്ഞില്ല. പറയൂ, എന്താണ് ആവുന്നുണ്ട് ചില ടൈമിൽ, എന്താ നടക്കാതെ പോയ ആഗ്രഹമാണത്. ചില സമയം അത് പറയുമ്പോ എനിക്ക് ഇമോഷണൽ ആവും, നടക്കാതെ പോയ ആഗ്രഹം. നടക്കാതെ പോയ ആഗ്രഹമായതുകൊണ്ട് ഇമോഷണൽ ആവും അല്ലേ? യെസ്. ഓക്കെ. നമുക്ക് ഇനിയും കാലമുണ്ടല്ലോ, കാലം വളരെ മുന്നോട്ട്. 55-ാമത്തെ വയസ്സിലാണ് സിനിമാ നടൻ തിലകൻ സിനിമയിൽ വരുന്നത്. അറ്റ് ഏജ് ഓഫ് 55. അപ്പൊ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ, ഒരുപാട് മികച്ച അഭിനയ മുഹൂർത്തങ്ങളെല്ലാം കാഴ്ചവെച്ചിട്ടാണ് പോയത്. അപ്പൊ ഹി കെയിം ടു ഫീൽഡ് അറ്റ് ഏജ് ഓഫ് 55. അപ്പോ നടക്കാതെ പറഞ്ഞിരിക്കേണ്ട, നടക്കും. യെസ്. അപ്പൊ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. ഓക്കെ.
Yes. You want to be employed in a cooperative sector. You want to be known as a bank employee. That I can understand. Yes. So, do you sing? No. No. You only dance. Yes. Yes. Very good. Very good. Yes. So, when you were a high school student, what was your favorite subject? My favorite subject is also biology. Biology. Why did you like biology? Who was the biology teacher? Valsra teacher. It's Valsra my one teacher, of right? my favorite teacher. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ശരണ്യയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ വത്സല ടീച്ചർ അല്ലേ എന്ന് ഞാൻ ചോദിക്കാൻ പോയതാണ്. ചില സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കുന്നത് ആ ടീച്ചറിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. Am I right? Yes. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ശരണ്യക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ടീച്ചർ ആരെയാണ്? Maths teacher. മാത്സ് ടീച്ചർ. യെസ് യെസ് യെസ്. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പൊ ശരണ്യക്ക് ഏറ്റവും ഇഷ്ടമില്ലാതിരുന്ന സബ്ജക്റ്റും മാത്സ് തന്നെ ആയിരിക്കില്ലേ? Of course. യെസ്. വെരി ഗുഡ് വെരി ഗുഡ്. കറക്റ്റ്. പക്ഷെ വേറെ കാര്യം എന്താ പറയാ, ഈ മാത്സ് അറിയാവുന്നവരൊക്കെ എന്ന് പറയുന്നത് യെസ്, മാത്സ് ചെയ്യുന്നവരൊക്കെ വളരെ ഇന്റലിജന്റ് ആണെന്നാണ് പൊതുവെയുള്ള വെപ്പ്. മാത്സ് അറിയാവുന്നവരൊക്കെ വളരെ ഇന്റലിജന്റ് ആണെന്നാണ് വെപ്പ്. കാരണം അവര് ബുദ്ധിപരമായിട്ട് ആർട്സ് പരമായിട്ട് ആലോചിക്കും. യെസ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ സന്ദർഭോചിതമായിട്ട് ഒരു ചോദ്യം ചോദിക്കാം. നമുക്കിപ്പോ പല സംഗതികൾക്കും മാത്സ് എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞാൽ ഈ നോബൽ പ്രൈസ് കൊടുക്കാറുണ്ട്, കേട്ടിട്ടുണ്ട്. ഏതൊക്കെ പേപ്പറിലൊക്കെ നോബൽ പ്രൈസ് ഫോർ പീസ്, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം, ഫിസിക്സിനുള്ള നോബൽ സമ്മാനം, ഇക്കണോമിക്സിനുള്ള നോബൽ സമ്മാനം, അങ്ങനെ ഓരോ നോബൽ പ്രൈസ് വരും. പക്ഷെ അതിൻ്റെ അകത്ത് ഒരിക്കലും നോബൽ പ്രൈസ് ഫോർ മാത്തമാറ്റിക്സ് ഇല്ല. ഗണിത ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കൊടുക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് പറയാം? എന്റെ ഒരു അഭിപ്രായം പറയണേ ശരിയാണോ, കൂടുതൽ എല്ലാരും ഒരു ഭയക്കുകയാണ് മാത്സിനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആരും അതിലോട്ടൊരു ഒരു ഫോർവേഡിങ് നടത്തുന്നില്ല. ഒരു ആ സബ്ജക്റ്റിലെ ഒരു എന്താ ഒരു ഫോർവേഡിങ് നടത്തുന്നില്ല. എന്റെ കാര്യം കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. അതല്ല, അതായിട്ടില്ല. പക്ഷെ കാരണം അതിന്റെ പിന്നിലോട്ട് ഈ കാരണം അത് രസകരമായ കാരണം ശരണ്യ ഒന്ന് കോപ്പി ചെയ്ത് രണ്ടാമത് വന്നേ, ഭയങ്കര പതർച്ചുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ പറയാം, അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹം ആ അണുവിന്റെ വിസ്ഫോടനം കണ്ടുപിടിച്ചു. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ ശരണ്യാണ് ഇപ്പൊ ഇരിക്കുന്ന പൊസിഷൻ കറക്റ്റ് ആണ്. ഇപ്പൊ എന്താണ് ചെയ്തിരിക്കുന്നത് അത് മതി. ഇപ്പൊ എക്കോന്നില്ല കറക്റ്റ് ആയി. അവിടെ എല്ലാം ചെയ്താ വീണ്ടും വന്നു. നേരത്തെ ഞാൻ സംസാരിച്ചില്ലേ, അപ്പൊ കറക്റ്റ് ആയിരുന്നു, എക്കൊന്നും ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ ആ ലെവലിൽ പിടിക്കും. ഓക്കെ, ഞാൻ പറയാം. അപ്പൊ ഈ ആൽഫ്രഡ് നോബലിന് കിട്ടിയ മറ്റേ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതിനുള്ള ആ ഒരു ഫോർമുല കണ്ടുപിടിച്ചതിനാണ് അദ്ദേഹത്തിന് നോബൽ പൈസ കിട്ടിയ പൈസയാണ് സ്വീഡനിലെ ബാങ്കിൽ ഇട്ടിരിക്കുന്നത്. സ്വീഡനിലെ ബാങ്കിൽ. അപ്പോ അതിന്റെ പലിശയാണ് നോബൽ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ എന്റെ സ്വീഡൻ ബാങ്കും സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നോബൽ പ്രൈസ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ആൽഫ്രഡ് നോബലിന്റെ പൈസ ബാങ്ക് ഓഫ് സ്വീഡൻ കൊടുക്കുന്ന പൈസ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ രസകരമായ
ഈ ആൽഫ്രഡ് നോബലിന്റെ ഒരു മാത്തമാറ്റീഷ്യന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അതോടുകൂടി ആൽഫ്രഡ് നോബലിന് മാത്തമാറ്റീഷ്യന്മാരുടെ ദേഷ്യമായി. അപ്പൊ ആൽഫ്രഡ് നോബലിന്റെ എഴുതി വെച്ചിട്ടുണ്ട്, മാത്തമാറ്റിക്സിന് ഒരിക്കലും നോബൽ പ്രൈസ് കൊടുക്കരുത്. അതുകൊണ്ടാണ് നോബൽ പ്രൈസ് മാത്തമാറ്റിക്സിന് വരാതിരുന്നത് എന്നാണ് പറയുന്നത്. യെസ്. പിന്നെ ഇത് രസകരമായ ഒരു കാര്യമാണ്. പിന്നെ ശരണ്യ പറഞ്ഞത് ശരണ്യക്ക് മറ്റേ മാത്തമാറ്റിക്സിനോടുള്ള താല്പര്യവും ഇഷ്ടവും പറഞ്ഞത്. ഓക്കെ, തുടർന്നിട്ടുണ്ട്. യെസ്. അപ്പൊ ലെറ്റ് us come to another important factor. Yes, Sharanya, suppose that you are getting nice leave. 2 ദിവസം ശരണ്യക്ക് ഒരു അവധി കിട്ടിയെങ്കിൽ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് എവിടെ പോകാനാണ് ആഗ്രഹം? കേരളയോ അതോ ഔട്ട് ഓഫ് കേരള അങ്ങനെ ഉണ്ടോ? ഓക്കെ, അത് നമുക്ക് കേരള. First to visit temple. ടെമ്പിൾ. Yes. Then First to visit for temple in Sri Padmanabha Swami Kshetram, Trivandrum. oh yes, very good, very good. Next, I am relaxation to visit Adrapalli waterfalls. Adrapalli waterfall. Next, Munnar. Yes. My Adrapalli waterfall. After that, Munnar. Then മതി, 2 ദിവസത്തുള്ളതായിട്ടുണ്ട് അല്ലേ? യെസ്. ഓക്കെ ഓക്കെ. സപ്പോസ് ദാറ്റ് ഈ 2 days എന്നുള്ളത് ഐ എക്സ്റ്റെൻഡ് ടു 1 week. ഒരാഴ്ചയാണെങ്കിൽ നമുക്ക് ഔട്ട്സൈഡ് കേരള പോവാം. വേർ യു വാണ്ട് ടു? outside Kerala, India. India. I am going to Isha Foundation, Coimbatore, Adiyogi. Yes. Next, another place, Agra, Delhi. Agra, Taj Mahal. Taj Mahal. Yes. ആഗ്രഹങ്ങളൊന്നും ഇല്ല, രണ്ടും വലിയ ആഗ്രഹമാണ്. Yes. അപ്പൊ ആഗ്ര Taj Mahal പറഞ്ഞ who built Taj Mahal? കേട്ടില്ല സാർ ഒന്നത്. Who built Taj Mahal? ആരാണ് താജ്മഹൽ? ഷാജഹാൻ ചക്രവർത്തി. ഷാജഹാൻ. In the loving memory of his wife Mumtaz. Mumtaz. In the loving memory of his wife Mumtaz. Yes. ഏതാണ്ട് 16,000 പേരോളമാണ് അതിന്റെ നിർമ്മാണത്തിൽ മരിച്ചു പോയിട്ടുള്ളത് പറയുന്നത്. മരണപ്പെട്ടിട്ടുള്ള ആളുകൾ ഏതാണ്ട് 16,000-ഓളം ആളുകൾ മരണപ്പെട്ടു പോയിട്ട് നിർമ്മാണത്തിൽ. യെസ്. ഈ ഷാജഹാന്റെ അന്ത്യദിനങ്ങളെ കുറിച്ച് എവിടെയും വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? കുട്ടികളെയൊക്കെ എപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്. യെസ്. ഓക്കെ ഓക്കെ. അപ്പൊ അന്ത്യദിനങ്ങളിലെ പുള്ളി ജയിലായിരുന്നു. മകന്റെ തന്നെ മകൻ തന്നെ കൊണ്ടുവന്ന അച്ഛൻ ജയിലിടായിരുന്നു. അപ്പൊ ലാസ്റ്റ് പുള്ളി പറയുക ഭാര്യയ്ക്ക് വേണ്ടി താജ്മഹൽ എനിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോ ആ ജയിലിന്റെ അകത്ത് ചെറിയൊരു കിളിവാതില്, ഒരു കിളി ജനലുണ്ടാക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇതേ കൂടി നോക്കി കണ്ടോളാൻ പറഞ്ഞു. യെസ്. അപ്പോ അത് ഷാജഹാൻ എന്ന് പറയും. ഇനി വേറൊരു കഥ കൂടിയുണ്ട്. അതിന് ശില്പിയെ കുറിച്ചുള്ള കഥ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അതിന്റെ ശില്പി, അതായത് ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചതിന് ശേഷം അതിന്റെ ശില്പിയെ വിളിച്ചു. അതിന്റെ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശില്പിയോട് പറഞ്ഞത് ഇനി ഇതുപോലത്തെ ഒരു സംഗതി ഉണ്ടാക്കരുത്. താജ്മഹലിന്റെ മഞ്ഞു പോവില്ലേ? വൈറ്റ് മാർബിൾ. ഇനി ഇതുപോലൊരു സംഗതി ഉണ്ടാക്കരുത്. കാരണം ലോകത്തറിയപ്പെടുന്ന 7 അത്ഭുതങ്ങളിൽ ഒരെണ്ണം താജ്മഹലാണ്. അപ്പൊ അതുകൊണ്ട് അതിനുണ്ടാക്കരുന്ന് പറഞ്ഞു. അപ്പൊ ആ ശില്പി പറഞ്ഞു അത് പറ്റില്ല, ഞാൻ
ശില്പിയാണെങ്കിൽ വേറെ ആരെങ്കിലും രാജാക്കന്മാരെ പറഞ്ഞാലും ഞാനേ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഷാജഹാൻ ചക്രവർത്തി പറഞ്ഞു ആ ശില്പിയുടെ 2 കൈയും അങ്ങനെ വെട്ടിക്കളഞ്ഞേക്കാൻ പറഞ്ഞു. യെസ്, അങ്ങനെ ആഗ്രയിലെ ഇതുണ്ടാക്കിയ താജ്മഹൽ ഉണ്ടാക്കിയ ശില്പിയുടെ 2 കൈ നഷ്ടപ്പെട്ടു. യെസ്, അപ്പൊ നമ്മൾ ഷാജഹാനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ ഇദ്ദേഹം ലാസ്റ്റ് എങ്ങനെയായിരുന്നു, പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാനിപ്പോ ആഗ്ര എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ. And you told me that you want to go to the place Adirappalli. അത് എനിക്കും വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു. Have you gone to Have you gone to Adirappalli? കേട്ടില്ല, ഒന്നുകൂടെ. Have you gone to Adirappalli? ഞാൻ പോയിട്ടുണ്ടോന്നോ? No. Yes. Then you should go there. പോണം, പോയിട്ട് ഒരു പ്രാവശ്യം കാണുക. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഈ അടുത്ത കുറച്ച് ചോദ്യങ്ങളുമായിട്ട് ശരണ്യയിലോട്ട് മടങ്ങി വരാം. അപ്പൊ നമ്മുടെ അജീഷിലേക്ക് ഞാനൊരു ചെറിയൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ചോദിക്കട്ടെ. അത് കഴിഞ്ഞാൽ ശരണ്യയോട് അതേ ചോദ്യം ചോദിക്കും. അതായത് ഇതാണ്, ശരണ്യ ഗീവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. ശരണ്യയെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. ജോബ് ബേസ് ആണോ അതോ നമുക്കതാണല്ലോ മുഖ്യം. അപ്പൊ പറയാം, മൈ നെയിം ഈസ് ശരണ്യ. ഐ ആം കമ്മിങ് ഫ്രം എവിടെ എന്ന് പറയാം. മൈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയാം. മൈ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് പറയാം. മൈ സ്പെഷ്യൽ അച്ചീവ്മെന്റ്സ് പറയാം. മൈ ഹോബീസ് പറയാം. ലാസ്റ്റ്, വൈ ഡിഡ് ഐ കം ഫോർ ദിസ് ജോബ്, എന്തുകൊണ്ട് ഞാൻ ഈ ജോലിക്ക് വന്നു എന്നുള്ളത് പറയാം. യെസ്, അപ്പൊ ശരണ്യ അത് പറയാനായിട്ട് ഒന്ന് മെന്റലി പ്രിപ്പയർഡ് ആവും. യെസ്, ഇപ്പൊ നിങ്ങൾ ഇത് കൂടെ ചെയ്യുന്നു. പിന്നീട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആകെ ഒരാളുണ്ടായുള്ളൂ. അപ്പൊ അവര് ഞാൻ 40 മിനിറ്റോളം ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് 40 മിനിറ്റ് കഴിഞ്ഞപ്പോ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും. പക്ഷെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഓരോ വിഷയം നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി, അത് ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ, അജീഷ്ന. അജീഷ്ന, ആർ യു ഓക്കെ? Yes. Yes, പറഞ്ഞോളൂ. My name is Sajishna. I'm Yes. coming from Kozhikode. I'm 22 years old. I'm Yes. still completed in nursing. Government School of Nursing, Kozhikode. Yes. I'm passionate about your interest, classical dance. Yes. I'm a hardworking and friendly person. Yes. Now I'm choose in hospital administration department. Yes. A hospital administration course, healthcare facility is effectively So hospital administration course is very effective to fulfill my ambition. Okay. Very good. Very good. Continue. Hospitals have many departments: emergency room, operating room, ICU, pharmacy, laboratory, etc. Okay. Many staff: doctor, nurse, surgeon, anesthesiologist, etc. Yes. ഇനി ലാസ്റ്റത്തെ പോയിന്റ് ഉൾപ്പെടുത്തുന്ന അജീഷ്ണ, എന്തുകൊണ്ട് ഇവിടെ ഈ ജോലിക്ക് വന്നു, അല്ലെങ്കിൽ ഈ ജോലിയുടെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു? Okay. I'm interested in hospital department, not clinical department. പേഷ്യൻസുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ഓഫീസിലാണ് നമുക്ക് ഡ്യൂട്ടി കിട്ടുന്നെങ്കിൽ മെയിൻ ആയിട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ
I think that I will get a more chance to interact with the people. I like interacting with the people. Okay, very good, very good. Okay, just ഒന്നും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ, ഒന്നും കൂടി ഒന്ന് എഡിറ്റ് ചെയ്യാനുണ്ട്, എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കാനുണ്ട്. ഇപ്പൊ അത് നോക്കണ്ട, കാരണം ഇതിപ്പോ ഞാനിപ്പോ പറഞ്ഞിട്ട് 10 മിനിറ്റിലായിട്ടുള്ള 10 മിനിറ്റോട് റെഡി ആയതല്ലേ. 10 മിനിറ്റോട് ഇത്ര റെഡി ആയിട്ടുണ്ടെങ്കിൽ സമയം എടുത്ത് റെഡി ആക്കി കഴിഞ്ഞാൽ നന്നായിട്ട് റെഡി ആവും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഈ ചോദ്യത്തിന്റെ ആൻസർ വെൽ സ്റ്റഡീഡും കറക്റ്റും ആയിരിക്കണം ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് പോകുമ്പോൾ. അത് നിർബന്ധമുള്ള കേസാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? അജീഷിനെ കുറിച്ച് അജീഷിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് ഒന്നും അറിയില്ല. അപ്പൊ ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയില് അവര് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ അതിന് ഒരു അവർക്ക് നിങ്ങളെ കുറിച്ച് ഒരു ഇംപ്രഷൻ തോന്നണമെന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ. ആ ചോദ്യത്തിന് കിടുക്കൻ മറുപടിയാണ് കൊടുത്തു കഴിയുമ്പോൾ അവർ പറയണം, ഓക്കെ ബാക്കി വന്നിരിക്കുന്നവരോട് പൊക്കോളാൻ പറഞ്ഞോളൂ, ആളെ ഞങ്ങൾ സെലക്ട് ചെയ്തെന്ന് പറയണം. ദാറ്റ് ലെവൽ അത് വരും. യെസ്, അപ്പൊ വെൽ സ്റ്റഡീഡ് നല്ല കറക്റ്റ് ആയിട്ട് അങ്ങനെ പ്രസന്റ് ചെയ്യും. ആ പറയാൻ പോകുന്ന കാര്യം നന്നായിട്ട് എഴുതി തയ്യാറാക്കി പഠിച്ച് മൊബൈലിൽ വോയിസ് റെക്കോർഡർ ഓൺ ആക്കി പറഞ്ഞു നോക്കണം. എന്നിട്ടത് കേട്ടു നോക്കണം. കേട്ടിട്ട് എന്തെങ്കിലും അപാകത തോന്നുന്നുണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് ഒന്നുകൂടി കേട്ടു നോക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു നോക്കണം. ഇങ്ങനെ പല പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴാണ്, 1-2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്ക് കറക്റ്റ് കൃത്യമാവും. ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഈ ഇത്രയും നേരം പറഞ്ഞത് ഗുണകരമാകും. will be very helpful in your future course. Yes. So, Ajishka, I ask you another question. Okay. Bored ഇല്ല? Yes. Okay. Yes. അപ്പോൾ ചോദ്യം ഇതാണ്, അടുത്ത ചോദ്യം ഇതാണ്. And you told me that you have 22 years old. ഈ 22 years oldന്റെ ഉള്ളിൽ മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് പറയും, ഒരു സംഭവം പറയും. ചിലപ്പോൾ അത് ട്രാജഡി ആയിരിക്കാം, ചിലപ്പോൾ അത് കോമഡി ആയിരിക്കാം, whatever it may be. ഈ within this last 22 years, the unforgettable incident in your life, ഒരിക്കലും മറക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്ത, അല്ലെങ്കിൽ തമാശയോടുകൂടി എന്ന് ഓർക്കുന്ന, ഷെയർ ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് നോക്കി. ചിലപ്പോൾ നമ്മുടെ ആരുടെങ്കിലും പ്രിയപ്പെട്ടവരുടെ ഒരു മരണമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ച ഒരു ആക്സിഡന്റ് ആയിരിക്കാം. അങ്ങനെ എന്ത് നമുക്ക് വേണമെങ്കിലും വരാം. അപ്പൊ അങ്ങനെ ആലോചിച്ച് നോക്കുക. അൺഫോർഗറ്റബിൾ ഇൻസിഡന്റ് ഇൻ യുവർ ലൈഫ്. സാർ, ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് എനിക്ക് കുറെ എന്താ പറയാ, ഒരു മിനിറ്റ് സാർ. കേൾക്കാമോ സാർ? കേൾക്കാം. ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്താ സൗണ്ട് കുറവാണ്. ഇപ്പൊ കേൾക്കാമോ സാർ? ഇപ്പൊ കേൾക്കാം. നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് എന്താ പറയാ, തമാശയായിട്ടുള്ള ഒന്നുമല്ല, എനിക്ക് കുറച്ച് വിഷമിപ്പിക്കുന്നതായിരുന്നില്ല. എന്താ പറയാ, അതിന്റെ എനിക്ക് ഭയങ്കര പാരയേനു. അതെ, ലെജിബിൾ അല്ല, ഭയങ്കര പതർച്ച. ഒന്ന് ക്ലിയർ ആവണം. നേരത്തെ പറഞ്ഞപ്പോ ക്ലിയർ ആയിരുന്നില്ല. അത് ഫ്രണ്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ടായി. ഇപ്പൊ ശരിയായി. ഞാൻ നേരത്തെ
സർ ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടില്ലല്ലോ. When I was in a nursing student, അവിടെ വരെ ഓക്കെ. ആ സമയത്ത് കോമഡി ആയിട്ടുള്ളതല്ല, ഭയങ്കര കുറച്ച് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. യെസ് പറഞ്ഞോളൂ. എനിക്ക് പഠിക്കുന്ന സമയത്ത് കുറെ എന്താ പറയാ നല്ലൊരു ഗുഡ് ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ആണ് എനിക്കുള്ളത്. പഠിക്കുന്ന സമയത്താണെങ്കിൽ സ്റ്റേ ഇൻ ഹോസ്റ്റലായിരുന്നു. ആ സമയത്ത് ഇപ്പോ എന്താ പറയാ കുറെ പഠിക്കുന്ന സമയത്താണെങ്കിലും വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും കുറെ ഇവിടെ പാരാതെല്ലാം പറയും. കുറെ പാരകൾ ഉണ്ടായിരുന്നു. എന്താ പറയാ അസൈൻമെന്റ് വെക്കാത്തതിനും എല്ലാ കാര്യത്തിനും അങ്ങനെ അങ്ങനത്തെ കുറെ ഫ്രണ്ട്സ് ആയിരുന്നു ഉള്ളത്. മെയിൻ ആയിട്ട് എന്താ ഒരു അത് അവിടെ നമ്മൾ ജോയിൻ ചെയ്തപ്പോ മാഡംസ് ഹെഡ് ഓഫീസിനെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗാങ്ങിസം ഈ കോളേജിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഫുള്ള് ഗാങ്ങിസം ആയിരുന്നു. അപ്പൊ എനിക്ക് കുറെ എന്താ പറയാ അങ്ങനെ കുറെ എനിക്ക് എന്റെ രീതിയിൽ എനിക്ക് കുറെ കാര്യങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഇമോഷണൽ ആയിട്ട് അങ്ങനെ കുറെ വന്നിട്ടുണ്ട്. അത് അവിടെ പഠിച്ചതാണ് എനിക്ക് ഒന്നും മറക്കാൻ പറ്റാത്തത്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇംഗ്ലീഷ് പറയാമല്ലോ. ഞാൻ ട്രൈ ചെയ്യാം. യെസ് ഓക്കെ, ഐ വിൽ സപ്പോർട്ട് യു. When I studied in nursing college, not good memories, fully emotional memories. Yes. Mainly not good friendship circle. I am still alone because I am stay in hostel. Weekendly coming in house. Yes. Full friendship, full enemies. Yes. I'm not satisfied in nursing college. Not steady, but friendship I'm not satisfied. Yes. Daily I'm calling in brother and went to so many കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കരയായിരുന്നു. Yes. അതൊക്കെയുള്ളൂ സർ. Okay, very good. Okay, very good. Yes. അപ്പൊ ഇനിയിപ്പോ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒന്ന് കിടന്നു കഴിഞ്ഞതിന് ശേഷം ഉറക്കം വരുന്ന സമയമില്ലേ, അത്രയും സമയത്തിനുള്ളിൽ അന്ന് നടന്ന എല്ലാ സംഭവങ്ങളും ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. അന്ന് നടന്ന സംഭവങ്ങൾ ഇപ്പൊ ഞാൻ ഇപ്പൊ പറയണം തിരിച്ചങ്ങട് അത് ഞാനിപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ ഇങ്ങനെ പറയാ, ടുഡേ ഐ ഗോട്ട് അപ്പ് at 6:30 AM. Then I brushed my teeth. I went into the kitchen and drank a cup of tea. After that, I helped my mother in preparing the breakfast. The breakfast was idli or dosha with chutney. Then after that, I joined the online class at 10:30 AM. From 10:30 AM to 12:30 AM, I attended 2 classes. One class is taken by Miss Miss. Second class is taken by Sharanya Miss and Adira Miss. Okay. After 12 o'clock, after 12:30, I got to my lunch. After lunch, I went to bed and have a sleep. Then I got up at 3:30 PM.
After the tea, I went into the kitchen and made a cup of tea. Then my tuition students came. Then I taught them their lessons. At the evening, I went into temple. I went into my friend's house. I went into market to get some vegetables or groceries. Whatever. ഞാൻ പറയും. അപ്പൊ അജീഷ്ണ ഇന്നിപ്പോ നേരം 20 ഈ 11:20 ഇന്ന് നേരം എടുത്തിട്ട് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങി വെക്കാൻ ഞാൻ ഐ ഗോട്ട് അപ്പ് 6 o'clock in the morning. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു. യെസ്, അവിടെ തുടങ്ങി. എണീറ്റ് മുതൽ പറയണോ? എന്തോ? അത് എണീറ്റത് മുതൽ അല്ലെങ്കിൽ പറ്റേ ഒന്നുകിൽ എഴുന്നേറ്റത് തുടങ്ങി, അല്ലെങ്കിൽ ഇന്നലത്തെ കാര്യങ്ങൾ പറഞ്ഞത്. ഇന്നലെ ആകുമ്പോൾ പിന്നെ കഴിഞ്ഞു പോയി. ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ. ഇന്നലെ രാവിലെ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അജീഷ്ണ ഒന്ന് ആലോചിച്ചിട്ട് പറയാം. ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കുന്നു പറയുന്നു. അപ്പൊ അജീഷ്ണയ്ക്ക് ഞാനൊരു 10 മിനിറ്റ് സമയം തരാം ആലോചിക്കാനായിട്ട്. ഞാൻ ശരണ്യ വരെ ഒന്ന് പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ശരണ്യ സർ. പറയൂ ശരണ്യ. Give an introduction about you. Okay. My name is Sharanya Shashidharan. Kekao. My name is Sharanya Shashidharan. Yes. I am coming from Alappuzha. Yes. I am married. Yes. I have a daughter. Yes. And my qualification is degree. Yes. And BCom Corporation. Yes. And my computer knowledge DCA computer application in computer diploma in computer application. Yes. My degree university is Kerala University. Yes. Next, I want a good job and a secure my life and supporting to my family and my husband. Yes. My ambition is dancer, a good dancer. Yes. And I also reading for books. Yes. I like it authors Vallathol and ONB Kurup. Yes. Next, thank you for giving me the opportunity to introduce myself. That's it. Yes. Okay. Yes. And you told me that you like ONB Group. Okay. Yes. You like ONB Group. Yeah. Yes. Yes. Okay. Can you remember any of favorite film song written by ONB Group? Which is that? Film song. Wait, sir. My favorite ONB Group songs is Bhumikkaru Charamagidam. My favorite. Bhumikkaru Charamagidam, my favorite. Okay. Kavita. Kavita, this is film song. Film song. Film song. ONB Group ഒരുപാട് സിനിമകൾ. Yes. Yes. അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോ ഞാൻ പറയും ഒരു പാട്ടുകാരനാണ്, അല്ലെ പാട്ടെഴുത്തുകാരനാണ് ONB ഗ്രൂപ്പ്. എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് നമ്മുടെ കേട്ടില്ല. അല്ലിമലർക്കാവിൽ അത് സോങ് അറിയില്ല. അത് എനിക്ക് കറക്റ്റ് എന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല. പക്ഷെ
നമ്മുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമയില് പാട്ടുകളൊക്കെ എഴുതിയേക്കുന്ന പുള്ളിയായിരുന്നു. അപ്പൊ അതിന്റെ എല്ലാം ഓർക്കാറുണ്ട്, ആ വരികളുടെ ഭംഗിയും ഇതൊക്കെ ഞാൻ അങ്ങനെ ഓർക്കാറുണ്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ യൂട്യൂബിൽ എന്തോ കുറച്ച് പാട്ടൊക്കെ ഓർമ്മയുണ്ട്. യെസ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാം, ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ശരണ്യയുടെ വാചക ഇൻട്രൊഡക്ഷൻ ചെയ്ത് വന്നാൽ അതിനെ ബേസ് ചെയ്ത് അടുത്ത ചോദ്യം വരും. അതെപ്പോഴും നമ്മൾ ബ്രില്യന്റ് ആയിരിക്കണം. അതെപ്പോഴും നമ്മൾ പറയുന്നതിന് ബേസ് ചെയ്തിട്ടായിരിക്കും ചോദ്യം വരാം. അപ്പോ നമ്മൾ പറയും, ഇപ്പൊ നമുക്ക് OMV ഗ്രൂപ്പിന് ഇഷ്ടമാ അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചിന്തിച്ചോളാം അടുത്ത ചോദ്യം അവിടെ നിന്ന് കയറി വരും. അവരത് നോക്കിക്കൊണ്ടിരിക്കല്ലേ, അപ്പൊ അവര് തൊടുകൂടാൻ. അപ്പൊ ഞാനിപ്പോ ശരണ്യ പറഞ്ഞതിൽ നിന്ന് ആരംഭിക്കും. ശരണ്യ നേരത്തെ പറഞ്ഞു യു ലൈക്ക് റീഡിംഗ്. അതിന് ഒരു ചോദ്യം ചോദിക്കുകയാണ്, വിച്ച് ടൈപ്പ് ഓഫ് ബുക്സ് യു റീഡ്? സ്റ്റോറി, ഷോർട്ട് സ്റ്റോറി. You like short story, not novels? നോവൽസ് ഇഷ്ടമാണ്, എന്നാലും കൂടുതലും. Okay. Who is your favorite short story writer? ഷോർട്ട് സ്റ്റോറി എനിക്ക് ഏറ്റവും ഇഷ്ടം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്റ്റോറികളൊക്കെ ഇഷ്ടമാണ്. Yes. എനിക്ക് പാത്തുമ്മ ഡാഡ്, ബാല്യകാലസഖി, Yes. മതിലുകൾ. ഭൂമിയുടെ അവകാശികൾ, മൈ ഫേവറേറ്റ് നോവൽ ഭൂമിയുടെ അവകാശികൾ. Yes. ഭൂമിയുടെ അവകാശികൾ. പിന്നെ വായിച്ചിട്ടുള്ളവയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഭൂമിയുടെ അവകാശികളും പാത്തുമ്മയുടെ ആടുമാണ്. Yes. Okay. രണ്ടാം മൂഴം വായിച്ചിട്ടുണ്ടോ ശരണ്യ? വായിച്ചിട്ടില്ല, പക്ഷെ ഞാൻ പഠിച്ച സമയത്ത് അതിനെയൊക്കെ വായിച്ചിട്ടില്ല. കേട്ടിട്ടുണ്ടോ അതിനെ കുറിച്ച്? പക്ഷെ വായിച്ചിട്ടില്ല സർ. യെസ്, അങ്ങനെ ഒരു ബുക്ക് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, അതും കൂടി ഒന്ന് വായിച്ചേക്കണം. നമ്മുടെ മനസ്സിൽ നമുക്ക് ഭീമനെ കുറിച്ചൊരു സങ്കല്പമുണ്ട്. എന്താണ് ഭീമൻ? നമ്മുടെ മനസ്സിലുള്ള പക്ഷേ അതല്ല ശരിക്കുള്ള ഭീമൻ എന്ന് MT അതിലൂടെ നമ്മൾ വരച്ചു കാണിക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള ഭീമൻ ഇങ്ങനെയായിരുന്നില്ല. ഭീമൻ എന്ന് പറയുമ്പോൾ പേര് തോന്നില്ല, ഭീമനല്ലേ എന്ന് പറയില്ലേ, പക്ഷെ ശരിക്കുള്ള ഭീമൻ ആയിരുന്നില്ല എന്നാണ് MT രണ്ടാം ഊഴത്തിലൂടെ പറയുന്നത്. അതിന്റെ യെസ്. ഇപ്പൊ രണ്ടാമത്തെ ഭീമൻ, ആദ്യം യുധിഷ്ഠിരൻ, താഴെ ഭീമൻ, പിന്നെ നകുലൻ, പിന്നെ സത്യൻ. യെസ്. അപ്പൊ രണ്ടാമത്തെ ഊഴക്കാരൻ ഭീമൻ, രണ്ടാം ഊഴം എന്നുള്ള. യെസ്. MT മരിച്ചു പോയത് കൊണ്ടാണ് പക്ഷെ യെസ്. ഓക്കെ. അടുത്ത കാര്യം ഞാൻ പറയുന്നു, M മുകുന്ദൻ എന്ന് പറയുന്ന M മുകുന്ദൻ. യെസ്, M മുകുന്ദൻ എന്ന് പറയുന്നത് പുള്ളി ഡൽഹിയിലാണ് പുള്ളി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഫ്രഞ്ച് എംബസിയിലോ മറ്റോ ആയിരുന്നു പുള്ളിയുടെ ജോലി. അപ്പോ പുള്ളിയുടെ മാസ്റ്റർ പീസസ് ആയിട്ടുള്ള ഒരു നോവലുണ്ട്. ആ നോവലിന്റെ പേര് ഇതാണ്, മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ. നോവലിന്റെ പേര്. അതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. ആ സെക്കൻഡ് പാർട്ടിന്റെ പേരാണ് ദൈവത്തിന്റെ വികൃതികൾ. ദൈവത്തിന്റെ വികൃതികൾ പിന്നെ ലെനിൻ രാജ്യത്തിന് സിനിമയായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് ഇതാണ്, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. അപ്പൊ ഒരുപക്ഷെ കോഴിക്കോട് അജീഷിനൊക്കെ പറയുമ്പോൾ മനസ്സിലാവും, മയ്യഴിയും പുഴയും ഒക്കെ കോഴിക്കോടുള്ളതാണ്. യെസ്. അപ്പൊ ഈ മയ്യഴി പുഴയുടെ തീരത്ത് അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് വരികയും അവരിവിടെ താമസിക്കുകയും അവരിവിടെ ഇന്ത്യക്കാരെ പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ള ഒരു കഥ നമുക്കറിയാം. അത് കൂടാതെ തന്നെ വേറെ കഥകളുണ്ട്, പക്ഷെ നമുക്ക് പരിചയമില്ലാത്ത കഥകൾ. അതായത് വളരെയധികം വിദേശികൾ ഇവിടെ ബ്രിട്ടീഷുകാർക്ക് മുമ്പ് വന്നിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ പോർച്ചുഗീസ്. അവരിൽ കുറച്ചു പേര് ഈ കേരളത്തിന്റെ തനിമയും കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും ഇഷ്ടം തോന്നിയിട്ടുണ്ട്, ഫാൻസ് ആയിട്ടുണ്ട്. അങ്ങനെ ഫാൻസ് ആവുകയും കേരളത്തെ ഇഷ്ടപ്പെടുകയും
കേരളത്തിലുള്ള പെൺകുട്ടികളെ അവർ കല്യാണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അവര് നമ്മളൊരു പക്ഷെ പോർച്ചുഗീസുകാർ നമ്മൾ ആക്രമിച്ചതൊക്കെ പറയുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് ആ കപ്പലിൽ വന്നിട്ടുള്ളവരിലുള്ള ചില ആളുകൾ പറഞ്ഞില്ലേ, ശരണി യു ടോൾഡ് ദാറ്റ് യു ഹാവ് ദ ഫാൻ ഓഫ് ക്ലാസിക് ശരണി ചെന്ന് അങ്ങോട്ട് ഇല്ലേ, അത് നമുക്ക് കുറച്ച് ഫീൽഡായതുകൊണ്ട് അങ്ങനെ ഉള്ള കഥ, അതിന് ബേസ് ചെയ്തിട്ടുള്ള കഥകളാണ് എം മുകുന്ദന്റെ നോവലുകളുള്ളത്. അപ്പൊ വായനാശീലമുള്ളവർ എന്ത് ചെയ്യണം, അതും കൂടി എഴുത്തുകാരനാണ് എം മുകുന്ദൻ. യെസ്, നല്ല നോവലിസ്റ്റ്. യെസ്. അപ്പൊ 2 ബുക്കുകൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഒന്ന് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ഒന്ന് രണ്ടാം മുഴ. രണ്ടാം മുഴ നമ്മളൊരു ഏകാഗ്രതയോട് കൂടി ഇത് വായിക്കണം, എങ്കിലും നമുക്കത് മനസ്സിലാവും. യെസ്. അപ്പൊ ഞാൻ ശരണ്യോട് ചോദിക്കുകയാണ്, മഹാഭാരത കഥ അറിയാം, പാണ്ഡവര് കൗരവര്, അതിൻ്റെ അകത്ത് ഏറ്റവും അധികം ഇഷ്ടം തോന്നിയ കഥാപാത്രം ഏതാണ്? പഞ്ചപാണ്ഡവരിലാണോ? പാണ്ഡവരിൽ വേണ്ട, നമുക്ക് ഇതിന് വരട്ടെ. ഈ പാണ്ഡവരില് ഇഷ്ടം തോന്നിയ കഥാപാത്രം ഏതാണ്? പാണ്ഡവരിൽ ഇഷ്ടം തോന്നിയ കഥാപാത്രം എനിക്കാണോ? എനിക്കിഷ്ടം തോന്നിയത് അർജുനെ ഇഷ്ടമാണ്, ഭീമനെ ഇഷ്ടം. അർജുനെ ഇഷ്ടമാണ്. യെസ്. ഓക്കെ 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 ഓക്കെ. ഇനി അപ്പുറത്തോട്ട് എടുക്കാം. ഇതിനകത്ത് എം ടി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പാഞ്ചാലിക്ക് 5 പേര്, ഈ 5 പേരോടും പാഞ്ചാലിക്ക് 4 രീതിയിലായിരുന്നു സ്നേഹം. 5 പേരോടും 4 രീതിയിൽ. മൂത്ത ആളെ യുധിഷ്ഠിരനോട് ബഹുമാനമായിരുന്നു. ബഹുമാനം യുധിഷ്ഠിരൻ നുണ പറയില്ല, സത്യമേ പറയും, നീതി. അതിന് ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള മനുഷ്യനായിരുന്നു യുധിഷ്ഠിരൻ. അപ്പോ യുധിഷ്ഠിരന് ബഹുമാനമായിരുന്നു. രണ്ടാമത്തെ ആളായിട്ടുള്ള ഭീമനോട് കാമമായിരുന്നു. മൂന്നാമത്തെ ആളായിട്ടുള്ള അർജുനനോട് പ്രേമമായിരുന്നു. കാരണം അർജുനൻ വില്ലാളി വീരനാണ്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ആളുകളോട്. പിന്നെ നകുലനും സഹദേവനും അവരോട് വാത്സല്യമായിരുന്നു. കാരണം പാഞ്ചാലിയേക്കാൾ പ്രായം കുറവായിരുന്നു അവർക്ക് നകുലൻ. അപ്പൊ അവരോട് ഒരു സഹോദരനോട് എന്ന പോലെ വാത്സല്യമായി. 5 ഭർത്താക്കന്മാരെ 4 രീതിയിലാണ് പാഞ്ചാലി കണ്ടിരുന്നതെന്നാണ് എം ടി പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് വിട്ടു. ഇത് നമുക്ക് വീണ്ടും അടുത്ത വിഷയത്തിലോട്ട് വരികയാണ്. കൗരവ സഭയിലോട്ട്, കൗരവരുടെ ഇടയിലോട്ട് വരാം. അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം കൗരവരിലോ? ദുര്യോധനൻ, ഭീഷ്മൻ, കർണൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ദുശാസനൻ. കർണനെ ഇഷ്ടമാണ്. കർണനെ ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. കർണനെ കുറിച്ച് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എം ടി വാസുദേവൻ നായർ എഴുതിയ പുസ്തകം 2-ാം മുഴം ഭീമനെ കുറിച്ചാണ്. കർണനെ കുറിച്ചൊരു പുസ്തകം ഉണ്ടാകാൻ പറയാമോ? പുസ്തകത്തിന്റെ പേര് പി കെ ബാലകൃഷ്ണൻ എഴുതിയ ഒരു ബുക്കാണ്. കർണനെ കുറിച്ചാണ് പറയുന്നത്. ബുക്കിന്റെ പേര് പറയാമോ? ആ ബുക്കിന്റെ പേര് ഇതാണ്, ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇതാണ് ബുക്കിന്റെ പേര്, ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇതാണ് ബുക്കിന്റെ പേര്. കർണനെ കുറിച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് പലപ്പോഴും വളരെയധികം ഇഷ്ടപ്പെട്ടു. അതായത് ചില ആളുകൾ നമ്മൾ കാണുമ്പോൾ അവർ ജീവിതത്തിൽ തോറ്റുപോയ ആളുകൾ, പക്ഷെ അവരിലേക്ക് നമുക്ക് ഇഷ്ടം. അപ്പൊ കർണൻ ഒരു പരാജയം, പക്ഷെ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയിട്ടുള്ള കഥാപാത്രം കർണൻ തോറ്റുപോയാലാണ്. കർണൻ പരാജയപ്പെട്ടു, തോറ്റുപോയി, പക്ഷെ നമുക്ക് ഇഷ്ടം തോന്നുന്ന കഥാപാത്രങ്ങൾ. യെസ്. ഞാൻ അതിനകത്ത് ഒരു കാര്യം, ഈ പാണ്ഡവന്മാരും കൗരവരും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് നമ്മുടെ അർജുനന്റെ മകനെ അഭിമന്യു
അഭിമന്യു മരിക്കാൻ പോകുന്നു. അപ്പൊ ആ സമയത്ത് ഒരു അഭിമന്യുവിന് കുറച്ച് വെള്ളം വേണം. അപ്പൊ അഭിമന്യു അടുത്ത് കർണനോട് ചോദിക്കുകയാണ്. അപ്പൊ കർണൻ നിൽക്കുന്ന ഒരു കുളത്തോട് സമയത്തിന്റെ രീതിയിലാണ് വേണമെങ്കിൽ വെള്ളം കൊടുക്കാം, പക്ഷെ കർണൻ കൊടുത്തില്ല. കാരണം വെള്ളം കൊടുത്താൽ ഇനി അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കർണൻ അത് ചെയ്തില്ല. കർണന്റെ ജീവിതത്തിൽ ദുര്യോധനന് ഇഷ്ടമില്ലാത്ത കർണൻ ചെയ്തില്ല. കാരണം അപമാനഭാരത ഒരു രാജാവായിട്ട് കർണൻ പറഞ്ഞ ആള് ദുര്യോധനാണ്. അതുകൊണ്ടാണ് ദുര്യോധനോടുള്ള യെസ്. ഇപ്പൊ ഞാനിത് പറഞ്ഞു വരുന്നത് യെസ് അപ്പൊ ഞാൻ പറയുന്നത് ശരണ്യ ഒന്ന് മ്യൂട്ട് ചെയ്ത് കേട്ടാ മതി. എന്നിട്ട് ഞാൻ കണ്ടു വരാം. കാരണം ഇപ്പൊ ശരിയാവുന്നുണ്ട് ജിഷ്ണ? ഇപ്പൊ കറക്റ്റ് അല്ലേ? ഓക്കെ ഓക്കെ യെസ്. അപ്പൊ നമ്മൾ ശരണ്യയുടെ ഓണാക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ആ കഥ എങ്ങനെ പറയാം. ഒരു സന്ദർഭമുള്ളൂ. അതായത് യുദ്ധം, പാണ്ഡവന്മാരെ കൗരവന്മാര് തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുകയാണ്. ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് യുദ്ധത്തിൽ കുറെ നിയമങ്ങളുണ്ട്. ആ നിയമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് ആനപ്പുറത്തിരിക്കുന്നവൻ അപ്പുറത്ത് ആനപ്പുറത്തിരിക്കുന്നവനുമായിട്ട് യുദ്ധം ചെയ്യാവും. ഇപ്പുറത്ത് കുതിരപ്പുറത്തിരിക്കുന്നവൻ അപ്പുറത്ത് കുതിരപ്പുറത്തിരിക്കുന്നവനുമായിട്ട് യുദ്ധം ചെയ്യാവും. പിന്നെ ആയുധമില്ലാത്തവന്റെ നേരെ യുദ്ധം ചെയ്യരുത്. അത് കർക്കശമായ നിയമമാണ്. യുദ്ധത്തിന്റെ ഇടക്ക് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ആയുധം നഷ്ടപ്പെട്ടു പോയാൽ അവനോട് യുദ്ധം ചെയ്യരുത്. അവന് ആയുധം എടുക്കാനായിട്ടുള്ള സമയം കൊടുക്കണം. ആയുധമില്ലാത്തവന്റെ നേരെ അസ്ത്രം പ്രയോഗിക്കരുത് എന്ന ഒരു ബേസിക് ആയ കാര്യങ്ങളാണ്. യെസ് യെസ്. അപ്പൊ അങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പൊ യുദ്ധം ആരംഭിച്ച് ആദ്യത്തെ ദിവസം തന്നെ നിയമങ്ങളൊക്കെ പറത്തിയല്ലോ. യെസ്. പിന്നെ രാത്രി ആയി കഴിഞ്ഞാല് യുദ്ധം ശംഖ് വിളിച്ചു കഴിഞ്ഞാല് പിന്നെ യുദ്ധമില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പാണ്ഡവർക്ക് നടന്നു വന്നിട്ട് കൗരവന്മാരുടെ ഇടയിൽ വന്നിട്ട് അവിടെ വീണ് കിടക്കുന്ന അവരുടെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോവാം. ഇപ്പുറത്തുള്ളവർക്ക് അപ്പുറത്ത് ചെന്ന് ഡെഡ് ബോഡി എടുത്തുകൊണ്ട് വരാം, സംസ്കരിക്കാം. അതിനൊന്നും കുഴപ്പമില്ല. അപ്പോ ആദ്യം യുദ്ധം ആരംഭിക്കുന്നത് പകൽ യുദ്ധം മാത്രമാണ്. യെസ്. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പറയുന്നത്, ഒരു ഘട്ടം കഴിഞ്ഞപ്പോ നമ്മുടെ ഭീഷ്മര് മരിച്ചു കഴിഞ്ഞപ്പോ കൗരവ പടയെ നയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആരെ എന്നുള്ള ചിന്ത വന്നു. അപ്പൊ പറഞ്ഞു കർണൻ മതി. അങ്ങനെ കർണനെ കൗരവ പടയുടെ നേതാവാക്കിയാണ്. അങ്ങനെ കർണൻ ഇങ്ങനെ തകർക്കുകയാണ്. കുരുക്ഷേത്ര ഭൂമിയിൽ പാണ്ഡവന്മാരെ ഇങ്ങനെ കൊന്നു കയറുകയാണ്. അപ്പോ പാണ്ഡവന്മാരെ അത്ഭുതപ്പെട്ടു. കാരണം ഈ കണക്കിന് പോയാൽ കൗരവരെ ജയിക്കും, പാണ്ഡവരെ ജയിക്കില്ല. കാരണം അത്ര ബ്രില്യൻ്റ് ആയിട്ടാണ്, നല്ല രീതിയിലാണ് കൗരവ പടയെ കർണൻ നയിക്കുന്നത്. അപ്പോ പാണ്ഡവർ ചിന്തിച്ചത് എങ്ങനെയെങ്കിലും കർണനെ കൊല്ലണം. കർണനെ കൊല്ലാതെ നമുക്ക് രക്ഷയില്ല. അപ്പൊ കർണനെ കൊല്ലുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ യുദ്ധങ്ങളിലൊക്കെ അവര് കർണനെ വളഞ്ഞിട്ട് ആക്രമിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും കർണനെ കൊല്ലാൻ പറ്റുന്നില്ല. കർണൻ അജയ്യനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഈ യുദ്ധഭൂമിയിലേക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കർണൻ തന്റെ തേരിൽ ഇങ്ങനെ വരികയാണ്. തേരിലിങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ആ തേരിന്റെ ചക്രം ചെടിയിൽ കൊണ്ടുപോകുന്നു. അത് നിങ്ങൾക്കറിയാം, ചെടിയിൽ കൊണ്ടുപോകുന്നു. അപ്പൊ കർണൻ എന്ത് ചെയ്യുന്നു? തന്റെ തേര് തെളിക്കുന്ന ആളോട് പറയുന്നു ആ ചക്രം ഒന്ന് ഉയർത്താൻ പറയുന്നു. അപ്പൊ അദ്ദേഹം പറയും ഞാൻ ഉയർത്തൂല, എന്റെ ജോലി എന്താണ്? ഈ രഥം ഓടിക്കാന്നുള്ളതാണ്. നീയാണ് എന്നേക്കാൾ താഴ്ന്ന കുലത്തിൽ ജനിച്ചവൻ, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ പോയി ഉയർത്ത് എന്ന് പറയും. അപ്പൊ കർണൻ തന്റെ ആയുധങ്ങളൊക്കെ രഥത്തിൽ വെച്ച് രഥത്തിൽ ചാടി ഇറങ്ങി ഈ ചെടിയിൽ വീണ ഈ രഥത്തിന് ചക്രം ഉയർത്തുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, അർജുന, ഇതാണ് പറ്റിയ അവസരം, ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടാനില്ല. അതുകൊണ്ട് കർണന്റെ നേരെ
അസ്ത്രമേക്കുക. ഇതിനും നല്ലൊരു അവസരം കിട്ടാനില്ല, അസ്ത്രമേക്കുക. അപ്പൊ ഇത് കേൾക്കുന്ന കർണൻ ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലയോ കൃഷ്ണ, നിരായുധനായ ഒരു മനുഷ്യന്റെ നേരെ നീ അസ്ത്രം പ്രയോഗിക്കാൻ പറയുന്നത് എന്ത് നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? യെസ്, എന്ത് നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആയുധമില്ലാത്തവനോട് യുദ്ധം ചെയ്യാനായിട്ട് നീ പറയുന്നത്? അപ്പൊ ഈ കേൾക്കുമ്പോൾ നമുക്ക് വളരെ കറക്റ്റായിട്ട് തോന്നും. കാരണം എന്താണ്? കറക്റ്റ് അല്ലേ കാരണം പറയുന്ന കാര്യം? ആയുധമില്ലാണ്ട് നിൽക്കുന്ന സമയത്തല്ലേ യുദ്ധം ചെയ്യുന്നത്. അപ്പോ എന്ത് നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ എന്നെ ആക്രമിക്കാനായിട്ട് അർജുനനോട് പറയുന്നത്? അതിന് കൃഷ്ണൻ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. അത് വളരെ രസകരമാണ്. ആ മറുപടി ഇതാണ്. കാരണം പണ്ട് ഹസ്തിനപുരിയിലെ കൊട്ടാരത്തിലെ അവിടെ വെച്ച് പാഞ്ചാലി എന്ന് പറയുന്ന സ്ത്രീയെ കൊണ്ടുവന്ന് അവളുടെ വസ്ത്രം ദുശാസന അഴിച്ചു മാറ്റിയപ്പോ, അത്രയും ആണുങ്ങളുടെ ഇടയിൽ നിന്ന് ദുശാസന അഴിച്ചു മാറ്റിയപ്പോ നീയും അവിടെ ഉണ്ടായിരുന്നു. അരുതേ എന്നൊരു വാക്ക് നീ അന്ന് പറഞ്ഞില്ല. ഒരു സ്ത്രീയോട് ഇങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. എവിടെയായിരുന്നു കർണ നിന്റെ നീതിബോധം വന്ന്? അതിന് കർണന് മറുപടിയില്ല. പിന്നെ അരക്കില്ലത്തിൽ ഇട്ട് പാണ്ഡവരെ ചുട്ടുകൊല്ലാൻ തീരുമാനിച്ചപ്പോ അരക്കില്ലത്തിൽ തീ കൊളുത്താൻ നീയും ഒന്ന് ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു കർണ നിന്റെ നീതിബോധം വന്ന്? ഭീമന് വിഷം കൊടുത്ത് വെള്ളത്തിലെറിഞ്ഞ് മുതലക്കിട്ട് കൊടുക്കാൻ ശ്രമിച്ചപ്പോ ദുര്യോധനന് കൂട്ടുവന്നത് കർണ നീയായിരുന്നില്ലേ? അന്ന് എവിടെയായിരുന്നു കർണ നിന്റെ നീതിബോധം? എന്നിട്ട് കൃഷ്ണന്റെ ഒരു ഉപദേശമുണ്ട്. സ്വന്തം ജീവിതത്തിൽ നീ പാലിക്കാത്ത നീതിബോധം, നിനക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ നിന്നോട് പാലിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത് എന്ത് നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? യെസ്, ഇത് വളരെ പ്രസക്തമായ ഒരു സംഭവമാണ്. മറ്റുള്ളവർ നമ്മളോട് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നവരായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നീതിബോധം എന്ന് പറയും. യെസ്, ഇങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോൾ ശരണ്യക്ക് തോന്നുകയാണ് ഇതൊക്കെ വെച്ചിട്ട് ഒരു ബുക്ക് എഴുതണം, ഒരു കഥ എഴുതണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ശരണ്യക്ക് എഴുതാം. യെസ്, നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒക്കെ ടച്ച് ചെയ്ത് പോകും. ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. വരുമ്പോൾ അതൊരു കഥയായിട്ടോ കവിതയായിട്ടോ തിരിച്ചു വരും. ഓക്കെ, അപ്പോ ശരണ്യയോട് ഇനി ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് ഇതാണ്. ശരണ്യ ഇനി പറയേണ്ടത് ശരണ്യയുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ പറയണം. എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു, ഒരു 1 ഡേ റൊട്ടീൻ ഇംഗ്ലീഷിലാണ്. അപ്പൊ അത് തുടങ്ങി വെക്കാം. ഞാനിങ്ങനെ ശരണ്യക്ക് ഇങ്ങനെ പറയാം. സാധാരണഗതിയിൽ യൂഷ്വലി ഐ ഗെറ്റ് അപ്പ് അറ്റ് 6:30 AM. ഞാൻ 6:30 എഴുന്നേൽക്കുന്നു. ഐ കംപ്ലീറ്റ് മൈ റൊട്ടീൻ വർക്ക് എന്ന് വെച്ചാൽ കുളിക്കുക, അങ്ങനെയൊക്കെയുള്ള പല്ലുതൊക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ റൊട്ടീൻ വർക്ക് ബൈ 7 o'clock. 7 മണിയോടുകൂടി അതൊക്കെ ഞാനൊക്കെ ഫിനിഷ് ചെയ്യും. After 7 o'clock, I enter into kitchen and make tea and breakfast for my child or my family. Yes, then after that, I practice my dance or I check my emails. Then after that, at 10:30 AM, I enter into online class. Up to 12:30 PM, I study. I will be in online class. After 12:30, what you do? Then what you do? Finally, at 10 o'clock, I go to bed. പിടികിട്ടിയില്ലേ ശരണ്യ? യെസ്. അപ്പൊ ഇതുപോലെ ശരണ്യയുടെ ഒരു ദിവസത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ശരണ്യക്ക് ഞാനൊരു 10 മിനിറ്റ് സമയം തരാം. ശരണ്യ ഒന്ന് ആലോചിക്കുക. ആലോചിച്ചിട്ട് ഒരു ദിവസം ഹൗ ഡു യു സ്പെൻഡ് 1 ഡേ, എങ്ങനെയാണ് ശരണ്യ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, നമ്മുടെ അജീഷിന് അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് അജീഷിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അജീഷ്ന. യെസ്, ഓക്കെ. ഈ മയ്യഴിപ്പുഴ നിങ്ങളുടെ നാട്ടിലല്ലേ? അയ്യോ സർ, ഞാൻ കേട്ടിട്ടില്ല. അവിടെ ആയിരിക്കും. അവിടെ ആയിരിക്കും അല്ലേ? അങ്ങനെ നോവലുണ്ട്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, അപ്പൊ അജീഷ്ണ പറഞ്ഞോളൂ. ഹൗ ഡു യു സ്പെൻഡ് എ ഡേ? സാർ എന്നോട് ഇന്നലത്തെ കാര്യം പറയാനായിരുന്നു പറഞ്ഞേ. ഓക്കെ 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 ഓക്കെ, സമ്മതിച്ചു. ഓ, സമ്മതിച്ചു.
ഞാൻ മറന്നുപോയി. ശരണ്യ തിരിച്ചു വന്നപ്പോഴേക്കും പോയി. ഓക്കെ, എഗ്രീഡ്. പറഞ്ഞു കണ്ടിന്യൂ. ഇന്നത്തെ കാര്യം. Okay, sir. Yesterday, I wake up at 5:30 a.m. I brushed my teeth. അത് സാർ ജിമ്മിൽ പോകുന്നുണ്ട് അതുകൊണ്ടാ. വെരി ഗുഡ്, വെരി ഗുഡ്. I brushed my teeth and go to gym. I workout started and I went to 9 a.m. I had breakfast with my family and I went to work. Yes. I attend my class. Yes. I had lunch at 1 p.m. Yes. I did some homeworks and work. I watched a movie in the evening and I Yes. had a dinner around 8 p.m. and I went to bed Yes. by 10 p.m. Yes. And you went to bed at 10 p.m. Okay? Yes, sir. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പറഞ്ഞു. കുറച്ചും കൂടി ഒന്ന് വിശദീകരിക്കാമായിരുന്നു. യെസ്, ഓക്കെ ഓക്കെ, കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ അവിടെ നിൽക്കട്ടെ. അതിപ്പോ ആലോചിച്ച് പറഞ്ഞത്, സമയമെടുത്ത് ആലോചിച്ചതിന് ശേഷമാണ് അജീഷിനോട് പറഞ്ഞത്. ഞാനിപ്പോ പെട്ടെന്നൊരു കാര്യം ചോദിക്കാം. അതായത് ഇപ്പൊ തന്നെ പറയാം. ചോദ്യം ഇതാണ്: ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? അജീഷിന് ഞായറാഴ്ച എങ്ങനെയാണ് ചിലവഴിക്കുന്നത്? ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? സാധാരണ വ്യത്യസ്തത ഞായറാഴ്ച ഉണ്ടാവും. ഇപ്പൊ ആരോഗ്യം ചോദിച്ചാൽ പറയും, ഓൺ സൺഡേസ് ഐ വേക്ക് അപ്പ് വെരി ലേറ്റ് ഇൻ ദ മോർണിംഗ്. ഞാൻ താമസിച്ച് എഴുന്നേൽക്കാറുണ്ട്. സോ ഐ വിൽ ബി ടോക്കിംഗ് വിത്ത് മൈ പാരന്റ്സ് ലൈയിങ് ഇൻ ദ ബെഡ്. ബെഡിൽ കിടന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. സോ ദാറ്റ് എവറിഥിങ് വിൽ ബി സ്റ്റാർട്ട് വെരി ലേറ്റ്. എല്ലാവരും വന്ന് താമസിച്ചായിരിക്കും. അപ്പൊ ഒന്ന് ആലോചിക്കും. അതിപ്പോ തന്നെ പറയാം നമുക്ക് എങ്ങനെയാണ്, ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? എങ്ങനെയാണ് ഒരു ഞായറാഴ്ച? ചില ഞായറാഴ്ചകൾക്ക് വ്യത്യാസമൊക്കെ ഉണ്ടാവും. അതൊക്കെ എങ്കിലും നമുക്ക് ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് ഹൗ ഡു യു സ്പെൻഡ് എ സൺഡേ? എങ്ങനെയാണ് അജീഷ് ഒരു ഞായറാഴ്ച? Sunday is my favorite. വെരി ഗുഡ്. ആ ഇൻട്രൊഡക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. സൺഡേ ഈസ് മൈ ഫേവറേറ്റ് ഡേ. സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ്. ഓക്കെ ഓക്കെ, ഞാൻ നേരത്തെ ഏത് മാസമാണ് ഇഷ്ടമാണെന്ന് ചോദിച്ചതിന്റെ കൂട്ടത്തിൽ ചോദിക്കാൻ വിചാരിച്ചത് ചോദ്യമാണ്, വിച്ച് ഡേ ഈസ് യുവർ ഫേവറേറ്റ് ഡേ? പക്ഷെ ഞാനത് മറന്നുപോയതാണ്, പെട്ടെന്ന് മിസ്സായി പോയതാണ് ചോദ്യം. ഓക്കെ, സൺഡേ ഈസ് മൈ യുവർ ഫേവറേറ്റ്. അങ്ങോട്ട് കടക്കണ്ട, എന്തൊക്കെ സൺഡേയിൽ ചെയ്യുമെന്നുള്ള അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് സൺഡേ ഒന്ന് വിശേഷിപ്പിക്കും. ഇപ്പൊ പറഞ്ഞില്ലേ സൺഡേ ഈസ് മൈ ഫേവറേറ്റ് ഡേ. വൈ ഡു ഐ സേ സൺഡേ ഈസ് മൈ ഫേവറേറ്റ് ഡേ? എന്തുകൊണ്ട് ഞാൻ പറയണം സൺഡേ? അതിന് കാരണങ്ങൾ ഉണ്ടാകും. അങ്ങോട്ട് പോവാം. Okay, sir. Yes. Sunday first, I wake up at 9:30. Yes, very good. I brushed my teeth. I had Yes. late breakfast. Yes. I know. Some Sundays breakfast, lunch എല്ലാം ഒരുമിച്ച് ഞാൻ കഴിക്കും. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ അങ്ങോട്ട് ഞാൻ പറയട്ടെ. അതിന് പ്രത്യേക ഒരു പേര് പറയും, അറിയോ? ഇല്ല സർ. ചുറ്റും ലഞ്ചും കൂടി ഏതാണ്ട് ഒരുമിച്ച് വരൂലേ? അതിന് പ്രത്യേക ഒരു പേര് പറയും. ദ മീൽ ഓഫ് ദ ഡേ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, മീൽ ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് അല്ല. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുന്നത് രാവിലെയാണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാന്ന് കൂട്ടിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? രാവിലത്തേക്കും ഊണിന് കഴിക്കാനുള്ള പൈസ ഇല്ല. അപ്പൊ നമ്മൾ 11 മണിയൊക്കെ ആകുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കും. 11-11:30 ആകുമ്പോൾ. അപ്പൊ രണ്ടും കൂടിയാവും. ലേറ്റ് ആയിട്ട് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അതിനെ പറയുന്ന പേരാണ് ബ്രഞ്ച്. BRUNCH, ബ്രഞ്ച്. കേട്ടോ, ലേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പിന്നെ Sunday night I am doing my mother so many stories are tell. Yes. Irritate my mother. Yes. പിന്നെ
പിന്നെ ബ്രദറിന്റെ അടുത്ത് വർക്ക് ചെയ്യുമ്പോഴൊക്കെ അവിടെ പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്യാം. മെയിൻ ആയിട്ട് Yes. എന്ത് സംഭവം സൺഡേ അതാ നടക്കല്. Yes. പിന്നെ Irritation പിന്നെ is the main thing in Sundays. irritate people, irritate family members. Yes. Okay. പിന്നെ സൺഡേ സ്പെഷ്യൽ ലഞ്ചിന് പിന്നെ സൺഡേ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വെക്കും. Yes. Will you help in cooking? No. No. Just to eat only. Yes. ക്ലീനിങ് ബാക്കിയുള്ള ക്ലീൻ ചെയ്യും ഞാനാണ്. അതും ചില ദിവസം മാത്രം. സം ഡേയ്സ് ആണ്. Okay. പിന്നെ സ്പെഷ്യൽ ഉള്ള ദിവസം ലഞ്ചിന് എന്തെങ്കിലും അടിയുണ്ടാവും. Yes. ബ്രദറുമായിട്ട് ചിലപ്പം ഫുഡിന് എന്തെങ്കിലും അടി ഉണ്ടാവും. സൺഡേസ് മാത്രം. Yes. പിന്നെ സൺഡേ ഈവനിങ് വാച്ചിങ് റീൽസ്, ഇൻസ്റ്റഗ്രാം എക്സെട്ര. Yes. പിന്നെ 5:30 ആകുമ്പോൾ ഈവനിങ് 5:30 4:30 അച്ഛൻ when my father home. Yes. പിന്നെ when father went to home 7:30 Yes. 7:00 ആകുമ്പോ ചായ കുടിക്കും. Yes. പിന്നെ സൺഡേ ലേറ്റ് ആയി സ്ലീപ്പ്. Yes. 11 o'clock. Yes. That's also. That is all. Very good. Okay. ഇപ്പൊ ഇത് നമുക്ക് ബുദ്ധിമുട്ട് വിചാരിക്കണ്ട. കാരണം അനീഷിനൊക്കെ അത് ആലോചിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ചുരുങ്ങിയ സമയം ഒരേ സമയം ആലോചിക്കുകയും അതേസമയം തന്നെ പറയുകയും ചെയ്യാണ്. രണ്ടും കൂടി നടക്കുന്നതുകൊണ്ട് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പൊ എങ്കിലും ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇങ്ങനെ പറഞ്ഞൊപ്പിച്ചില്ലേ. That is very good. Yes, very good. Yes. അപ്പൊ how do you spend your Sundays? എങ്ങനെയാണ് ഞായറാഴ്ചകൾ ചെലവഴിക്കുന്നത് എന്നുള്ള കാര്യമാണ് ജിഷ്മ പറഞ്ഞത്. വെരി ഗുഡ്. Okay. Then, and you told that you have the habit of watching TV. Which is your favorite show? ഏതാണ് ഇഷ്ടപ്പെട്ട ഷോ? ഏതാണ്? Movies. Which type of movie? Tragedy, comedy? Psycho movie, horror, thriller movie. Psycho movies you like. Which is your favorite psycho movie? Zombies movies. Yes. Then who is your favorite actor? മലയാളത്തിൽ ഇതിൽ പറഞ്ഞാൽ സാർ. പറഞ്ഞോ. ദുൽഖർ. Who is your favorite actress? സമ്പ്രദാസൻ. Yes. Who is your favorite villain actor or villain? റിയാസ് ഖാൻ. പെട്ടെന്ന് എനിക്കറിയില്ല. Yes. Okay. Who is your favorite comedy actor? Suraj. Yes. Suppose that you get a chance to direct a film. ഒരു സിനിമ സംവിധാനം ചെയ്യാനായിട്ട് അജീഷിന്റെ ഒരു അവസരം കിട്ടിയത് വിചാരിക്കും. Suppose. Who will be the hero of the film? ഹീറോ ആയിട്ട് ആരായിരിക്കും വരുന്നത്? ദുൽഖർ തന്നെ വെക്കും അല്ലേ? ഇപ്പൊ ചില ആൾക്കാർ പറയാറ്, ഞാൻ ചില കുട്ടികളോട് ചോദിക്കും, ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചോദിക്കും, വിച്ച് ടൈപ്പ് ഓഫ് മാരേജ് യു ലൈക്ക്, ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ്?
അപ്പൊ ചില കുട്ടികൾ പറയും മൈ മാരേജ് ഈസ് ലവ് മാരേജ് ബട്ട് ഐ പ്രിഫർ അറേഞ്ച്ഡ് മാരേജ് ബിക്കോസ് എന്നിട്ട് അവരെ കൊണ്ട് ഇംഗ്ലീഷിൽ സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു വിഷയം ഇത് കൊടുക്കുമ്പോൾ അവരെ റിയാക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അപ്പൊ ഇഷ്ടം പറയാം ഐ ലൈക്ക് ദുൽഖർ ബട്ട് ഇഫ് ഐ ഗെറ്റ് എ ചാൻസ് ടു ഷൂട്ട് എ ഫിലിം ഐ വിൽ അപ്പോയിന്റ് വേറെ ആളെ പേര് പറയാം ആസ് എ ഹീറോ ആൻഡ് ഡാഷ് ആക്ട്രസ് വിൽ ബി ദ ഹീറോയിൻ. യെസ്, അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. യെസ്, സോ ഐ ആസ്ക് യു വൺ മോർ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സ്പെഷ്യൽ ക്വാളിറ്റീസ് that you see in Dulquer in his acting? Acting la sir. അദ്ദേഹത്തെ നമ്മൾ ദുൽഖറിനെ നമ്മൾ നോക്കി കാണുമ്പോൾ ദുൽഖറിൽ അജീഷിനെ കാണുന്ന ഒരു നടൻ എന്ന രീതിയിൽ അജീഷിനെ കാണുന്ന ക്വാളിറ്റി എന്താണ്? എന്ത് ക്വാളിറ്റിയാണ് കാണുന്നത്? അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ദുൽഖറിനെ ഇഷ്ടപ്പെട്ടത്. അത് ചിലപ്പോ പറഞ്ഞോട്ടെ സാർ. ഞാൻ ദുൽഖറിൽ മെയിൻ ആയിട്ട് ഇന്റർവ്യൂസിലൊക്കെ കണ്ടപ്പോ എനിക്ക് ദുൽഖറിന് ഹൗ ടു ബിഹേവ് ഇൻ വൺ പേഴ്സൺ, ഹൗ ടു ബിഹേവ് സൊസൈറ്റി മറ്റാർക്കും ഇല്ലാന്നല്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി. Yes, very good, very good. Your observation is very good. Yes, okay. പിന്നെ പിന്നെ ഡ്രസ്സിംഗ് സ്റ്റൈൽ. Yes, okay. Yes, okay. ഞാൻ അതൊക്കെ ഇംഗ്ലീഷിൽ പറയിപ്പിക്കാൻ വേണ്ടി നോക്കിയത്. അപ്പൊ നമ്മളിപ്പോ 10:30 തുടങ്ങിയതാണ്, 12 മണി ആവാറായി. അപ്പൊ ശരണ്യ രാകേഷ്. ഓക്കെ, അപ്പൊ ശരണ്യോട് ഞാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയും നമുക്ക് വരുന്ന ഏതെങ്കിലും ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇങ്ങനെ വീട് വരുമ്പോ അത് നമുക്ക് നേരത്തെ പറയാം. 12:57 ആയതുകൊണ്ട്. സോ താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ഇന്നിനി വേറെ ക്ലാസ്സിലാട്ടോ.